ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 3 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഫാൻസി ടൈപ്പ് വീടാണ്. നല്ല മരത്തിൻ്റെ ജനവാതിലൊക്കെ ആണ്. അതുപോലെ തന്നെ നല്ലൊരു കണ്ണായ സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് പാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്സ്റ്റെയർ വീടാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല കാഴ്ചക്കുള്ള വീടാണ്. ഇതുപോലെ തന്നെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് മുൻവശത്തൂടെ ഫുള്ള് നല്ല കരിങ്കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ആ 4 വശത്തും കരിങ്കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ലൊരു കണ്ണായ രീതിയിലാണ് വീട് കിടക്കുന്നത്. പാലത്തങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ ഡിസ്റ്റൻസ് ആട്ടോ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മുന്നിൽ കൂടെ നമുക്കിതാ ഈ കാണുന്നത് 8 ഫുട്ട് നിസാംസായിട്ട് റോഡ് അതിലെങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത വശത്തൂടെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി പിറകു വശത്തൂടെ റോഡ് പോകുന്നുണ്ട്. അതായത് ഈ വീടിൻ്റെ 3 വശത്തൂടെ റോഡ് പോകുന്നുണ്ട്. ആ രീതിയിലാണ് ഈ വീട് കിടക്കുന്നത്. നമ്മൾ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജനവാതിലൊക്കെ ഫുള്ള് മരത്തിൻ്റെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫാൻസി ടൈപ്പ് വീടാട്ടോ. മുന്നിൽ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ കാണാൻ നല്ല വിശാലമായിട്ടുള്ള 2 സിറ്റ് ഔട്ട് മുകളിൽ താഴത്തുണ്ട്. ഫുള്ള് LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്നിൽ നമുക്ക് ഒരു ഇന്നോവ കാർ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ചെറിയ കാറ് വേണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് ജനവാതിലൊക്കെ. നല്ല മരത്തിൻ്റെ ജനവാതിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈവൺ നമ്മളെ ഈ ഒരു ചെറിയ ബാത്റൂമിൻ്റെ വരെ ഫുള്ള് നമുക്ക് മരമാണ് കാണാൻ പറ്റുന്നത്. നമ്മളെ വീടിൻ്റെ പിറകുവശം കേട്ടോ കാണുന്നത്. പിറകുവശത്തൂടെ ആ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഏകദേശം 3 വശത്തൂടെയും റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് വീടിൻ്റെ പിറകുവശം കേട്ടോ. പിറകുവശത്ത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സ്പേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു നല്ലൊരു ഏരിയ നമുക്ക് ഈ സ്പേസ് ഇവിടെ ഒഴിഞ്ഞ് കിടക്കണം കേട്ടോ. മുകളിൽ ടെറസിൻ്റെ മുകളിൽ നമുക്ക് ആറിയിടാനൊക്കെ പറ്റിയ രീതിയിലുള്ള സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് മരം കേട്ടോ കാണുന്നത്. ജനവാതിലൊക്കെ മരമാണ് കാണുന്നത്. ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനി കിണർ കാണിച്ചു തരാം. കിണർ നല്ല അടിപൊളി വെള്ളം കേട്ടോ. അടിപൊളി വെള്ളം പറഞ്ഞാണ് അടിപൊളി വെള്ളമാണ്. നമുക്കിത് കൈകൊണ്ട് മുക്കണമെങ്കിൽ കുറച്ചുകൂടി ചെറിയ ഇതുണ്ടെങ്കിൽ കൈകൊണ്ട് മുക്കാൻ പറ്റും. അത്രയും അടുത്ത് വെള്ളമുണ്ട്. വെള്ളം കയറുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. ഈ സൈഡ് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഭാഗത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. പുറത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. വീടിൻ്റെ ഉൾവശത്ത് പുറത്ത്, അതായത് വീടിൻ്റെ കിച്ചണിൻ്റെ ബാക്കിൽ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പിറകുവശത്തൂടെയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പിറകുവശം കേട്ടോ ആദ്യം കാണിക്കുന്നത്. ഇത് വർക്ക് ഏരിയ കേട്ടോ. വർക്ക് ഏരിയ, പുകയില്ലാത്ത അടുപ്പ്, പിന്നെ എന്താണെന്ന് അയാൾ നമ്മൾ കിണറാണ് കാണുന്നത്. നല്ലൊരു സെറ്റപ്പ് കേട്ടോ. അതേമാതിരി അടുക്കളയുടെ വർക്ക് ഏരിയ ആണ് കാണുന്നത്. ഇത് അടുക്കളയിലേക്കുള്ള ഇതാട്ടോ. മരമൊക്കെ നോക്കാം. അടുക്കളേൻ്റെ ഒക്കെ ഒരു വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മരമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേമാതിരി നിലത്തൊക്കെ ഒരു നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ടൈല് നമ്മളെ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ്. വീഡിയോയിൽ നിങ്ങൾക്കൊരു വൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും കാണുക. കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടൈലൊക്കെയാണ്. നല്ല ഏറ്റവും പുതിയ മോഡൽ ടൈലാണ്. വിശാലമായിട്ടുള്ള അടുക്കള, നല്ല വിശാലമായിട്ടുള്ള അടുക്കള. നമുക്കൊന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ക്വയർ വലുപ്പിന് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ നമ്മൾ ചില അടുക്കളൊക്കെ നീളത്തിലായിരിക്കും, വീതി കുറവായിരിക്കും. പക്ഷേ ഇതൊരു റൂമിൻ്റെ മാതിരി തന്നെ നീളം വീതിയുള്ള, നമുക്ക് അങ്ങനെ തിരിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടുക്കള. അതുപോലെ വർക്ക് ഏരിയ നല്ല സ്പേസ് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് ശരിക്കും ഞാൻ ഫ്രണ്ട് ഭാഗമാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് ചാവി നമുക്ക് ഇങ്ങനെ കിട്ടിയതിനെ കൊണ്ട് നമ്മൾ ബാക്ക് ഭാഗമായിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ അടുക്കളേൻ്റെ ഡോറാട്ടോ. നോക്കി, ചില്ലിൻ്റെ ഡോറ്. പകുതി ഭാഗം ചില്ലാണ്, പകുതി നല്ല മരത്തിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു റിച്ച് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻവശത്തെ ഡോറ്. അപ്പോൾ ഈ ഡോറ് കയറിയിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ മുൻവശത്തെ ഡോറിനോട് കയറി വരുമ്പം തന്നെ ഇടത് വശത്ത് ഇവിടെയാണ് സ്റ്റെയർ കേസ് ഉള്ളത്. നേരെ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാള് കേട്ടോ. നമുക്കൊരു ഹാളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാട്ടോ. നല്ല ഒരു സ്പേസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം ഈ സ്റ്റെയർ കേസ് ഈ ഭാഗത്തേക്ക് അടുപ്പിച്ച് കൊടുത്തതിനെ കൊണ്ട് കയറി വരുമ്പം തന്നെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മളൊരു വലിയൊരു ഹാളിലേക്ക് എത്തിപ്പെടുന്ന മാതിരി കേട്ടോ.
ഇവിടെയാണ്. ഇവിടെ ടി വി ഒക്കെ വെക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചാട്ടോ. സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ താഴത്ത് 2 ബെഡ്റൂം ഉണ്ട്. അതിൽ ബെഡ്റൂം അതൊരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ്, ഓവർ വലുപ്പമുള്ളതല്ല, സ്റ്റാൻഡേർഡ് വലുപ്പം എന്ന് പറയാം. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഒരു ഭംഗി ഈ ഉൾവശത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മരത്തിൻ്റെ ജനവാതിലും വാതിൽപ്പൊളി ഉള്ളതിൻ്റെ ഒരു ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ബാത്റൂമാണ്, ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുണ്ട്, ഒരു സ്ക്വയർ വലുപ്പമാണ്. സ്ക്വയർ ആയിട്ടാട്ടോ നമ്മൾ ചില വീടുകളിലൊക്കെ നമുക്കൊരു ഒപ്പിച്ച് കൂട്ടിയമാതിരി നീളത്തിലുള്ള ബാത്റൂമൊക്കെ കാണുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഈ റൂമിലൊക്കെ നല്ല സ്ക്വയർ ഒരു വലുപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഈ മരത്തിൻ്റെ ഈ ജനവാതിലും വാതിൽപ്പൊളിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബെഡ്റൂം താഴത്ത്. ഇനി അടുത്ത 2ാമത്തെ ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ 2ാമത്തെ ബെഡ്റൂമും നല്ലൊരു ഭംഗി തോന്നിക്കുന്ന ബെഡ്റൂമാണ്. അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ബാത്റൂം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ താഴത്തെ 2 ബെഡ്റൂം 2ഉം അറ്റാച്ച്ഡ് ആണ്. കോഴിക്കോട് പാലത്ത് കേട്ടോ. കോഴിക്കോട് പാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലത്ത് നിന്ന് ഒരു 500-800 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഇനി നമുക്ക് നേരെ കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭംഗിയില്ലേ. ഈ മരത്തിൻ്റെ കേട്ടോ. ഇതിൽ ഈ ലോക്കൽ പണികളൊന്നും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, സ്റ്റെയർ കേസിനെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് പണിയല്ല, ഒരു ക്വാളിറ്റി ഉള്ള പണിയാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം അത്രയും നീറ്റായിട്ടുള്ള വർക്കാണ്. അപ്പം 2 ബെഡ്റൂം താഴത്ത്. ഇനി 3ാമത്തെ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള 3ാമത്തെ ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്. ഇവിടെ കയറി വരുമ്പോൾ നല്ല സ്പേസ് കേട്ടോ. 3ാമത്തെ ബെഡ്റൂമിൽ നമ്മൾ കയറി വന്നാൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 4ാമത്തെ ബെഡ്റൂം ആക്കാം. ഇത് മുകൾ വശത്തെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പം 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കോഴിക്കോട് പാലത്ത് കേട്ടോ. നല്ലൊരു അടിപൊളി ഫാൻസി ടൈപ്പ് വീടാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പഠിച്ചോളി. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.